ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐറസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ട ബജിയാണ്. നമുക്ക് പെട്ടെന്ന് ചായയുടെയൊക്കെ കൂടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഒരു 3-4 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനൊരു 4 മുട്ട, ബോയിൽഡ് മുട്ട 4 എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 2 കട്ട് ചെയ്യുകയാണ്. എല്ലാ മുട്ടയും ഞാൻ 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബജിക്കുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ ചെറിയ ഒരു കപ്പിൽ 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. പുട്ടുപൊടിയാണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് ഒരു തിക്ക് ബാറ്റർ ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. എൻ്റെ ഇപ്പം മല്ലിയിലയില്ല, ഞാനൊരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബാറ്റർ തയ്യാറായി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ തയ്യാറാക്കേണ്ടത്. നമുക്കിനി ബജി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇപ്പോൾ ഏകദേശം ചൂടായി വരുന്നുണ്ട്. ഓയിൽ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. ഇനി നമ്മൾ ഓരോ എഗ്ഗും എടുത്ത് ഈ ബാറ്ററിലേക്ക് ഇട്ട് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. കരിവ് പൊടിഞ്ഞു തരാണ്ട് അതേപോലെ സ്പൂണിൽ തന്നെ എടുത്ത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് നമുക്ക് ബെറ്റർ. പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുട്ടയായതുകൊണ്ട് ഒന്ന് കെയർ ചെയ്യണം, കാരണം എണ്ണയിലിട്ടത് കൊണ്ടൊന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് കെയർ ചെയ്തോണ്ട് നമ്മൾ. അപ്പോൾ 2 സൈഡും നല്ല ഫ്രൈ ആയി കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അടുത്ത മുട്ടയും അതേപോലെ തന്നെ ചെയ്യുക. നമുക്ക് കയ്യിലൊന്നും മാവാവുകയില്ല. നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടും. ഇതിലേക്ക് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. നിങ്ങൾ കരിഞ്ഞു പിടിക്കും. ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക്. പിന്നെ എണ്ണയൊന്നും കുടിക്കില്ല. ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പിടിക്കും. പിന്നെ ഓയിൽ പെട്ടെന്ന് കണ്ടമാനം ഓയിൽ അങ്ങ് കയറി കുടിക്കും ഇത്. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യുക. നമ്മൾ ഈ പൂരിയൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണ കയറി അതിനുള്ളിലേക്ക് അങ്ങ് പിടിക്കും. നമ്മുടെ അടുത്ത ബജിയും ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതും കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട ബജി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തോളൂ. വളരെ ടേസ്റ്റിയും വളരെ സോഫ്റ്റുമായിട്ടുള്ള ഒരു മുട്ട ബജിയാണിത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമുക്ക് അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നിടം വരെ താങ്ക് യു.